സ്വർഗാരോപിത മാതാവിനോടൊത്ത് യഥാർത്ഥ ദൈവമാതൃഭക്തി. ഒന്നാമത്തെ പ്രഭാഷണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. പൗരസ്ത്യ സഭകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് തേജസ്കരണ തിരുനാൾ. നമ്മുടെ കർത്താവ് മലയിൽ രൂപാന്തരപ്പെട്ടതിന്റെ അനുസ്മരണമായ തേജസ്കരണ തിരുനാൾ അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാം വരവിന്റെ മുന്നോടിയായും അങ്ങയുടെ രക്ഷാകര രാജത്വം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ അടയാളമായും ഈ തിരുനാൾ നിലകൊള്ളുന്നു. ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 13 വരെയുള്ള കാലയളവിനെയാണ് സഭാവത്സരത്തിൽ തേജസ്കരണ കാലം എന്നറിയപ്പെടുന്നത്. മഹത്വീകരണം പ്രാപിച്ച് നമുക്ക് മാതൃകയായി തീർന്ന ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ജനന തിരുനാളും ഈ കാലയളവിലാണ് വരുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അമ്മയുടെ ജീവിതം വഴി കർത്താവിനെ ലോകത്തിന് കൊടുത്തു. കർത്താവ് അവളെയും മഹത്വപ്പെടുത്തി. ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയായും പരിശുദ്ധ അമ്മയുമാണ് ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ. ഈ വലിയ സ്വർഗീയ ഭാഗ്യത്തിന് അമ്മ അർഹയായത് എങ്ങനെ? നമുക്കും ഈ സൗഭാഗ്യത്തിൽ പങ്കുചേരാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ്? എങ്ങനെയാണ് നമുക്ക് ആഴമായ ദൈവമാതൃഭക്തി വളർത്തിയെടുക്കാൻ കഴിയുക? വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവിക പദ്ധതി പ്രകാരം മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണ്. അവൾ സർപ്പത്തിന്റെ തല തകർത്ത സന്തതിക്ക് ജന്മം കൊടുത്ത സ്ത്രീയാണ്. പരിശുദ്ധ അമ്മ രണ്ടാം ഹൗവയാണ്. അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രന് ജന്മം നൽകിയവൾ. കന്യകയായ ദൈവമാതാവ്, പിതാവായ അബ്രഹാമിനെ പോലെ സകലർക്കും അനുഗ്രഹമായവൾ. രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കാൻ തിടുക്കത്തിലോടിയവൾ. സമയമാകുന്നതിന് മുമ്പ് പുത്രന്റെ ഇടപെടലിന് വഴിയൊരുക്കിയ ആദ്യത്തെ വ്യക്തി. രക്ഷയുടെ ആനന്ദത്തിൽ ദൈവത്തിന് സ്തോത്രഗീതം പാടിയവൾ. രക്ഷകനെ ലോകത്തിന് നൽകിയവൾ. പുത്രനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചവൾ. സമയമാകുന്നതിന് മുമ്പ് രക്ഷാകര ഇടപെടലിന് വഴിയൊരുക്കിയവൾ. സമ്പൂർണ്ണ വിശ്വാസ സമർപ്പണത്തിന്റെ ഉത്തമ മാതൃക. നിർമ്മലയും വിശുദ്ധയും വിനീതയുമായ നിത്യ കന്യക, കർത്താവിന്റെ വിശ്വസ്തദാസി, രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരിയും ആത്മമിത്രവും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃകയുമായവൾ. സഭയുടെ പ്രതീകം, ദൈവത്തിന്റെ മഹത്വം മാത്രം തേടിയവൾ, ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ. ഇപ്രകാരം നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനു വേണ്ടി ഒരുങ്ങാൻ നാം കുറച്ച് ജപമാലകൾ ചൊല്ലി കാഴ്ചവെച്ചാൽ മാത്രം മതിയോ? അതുവഴി നമുക്ക് ദൈവത്തെ സംപ്രീതനാക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അമ്മയെപ്പോലെ അത്യുന്നതന്റെ ശക്തി ആവസിക്കപ്പെട്ടവരായി വിശ്വാസികളായ നാം മഹത്വീകരണത്തിലേക്ക് പടിപടിയായി പ്രവേശിക്കുകയും സുവിശേഷം നാനാഭാഗങ്ങളിലും പ്രചരിച്ച് സഭയെ വളർത്തുകയും അതുവഴി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. സ്വർഗാരോപിതയും നിർമ്മലയും നിത്യ കന്യകയും ത്രിലോകരാജ്ഞിയുമായ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ജീവിത മാതൃകയും സന്ദേശങ്ങളും ഉൾക്കൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയും അമ്മയുടെ ജീവിത മാതൃക അനുകരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സ്വർഗാരോപണ തിരുനാളിന് ഒരുങ്ങാം. അമ്മയോടുള്ള യഥാർത്ഥ ഭക്തി നാം പ്രകടമാക്കേണ്ടത് അമ്മയുടെ ജീവിത മാതൃക അടുത്തനുകരിച്ചുകൊണ്ടും അമ്മ പറയുന്നതനുസരിച്ച് ജീവിച്ചുകൊണ്ടുമാണ്. അമ്മ നമ്മോട് പറയുന്നത് പ്രധാനമായും ഒരു കാര്യം മാത്രമാണ്: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാൻ 2:5. പരിശുദ്ധ അമ്മ ഇത് നമ്മോട് പറയുമ്പോൾ നാം ഒന്നോർക്കണം: ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവ തിരുഹിതത്തിനു മുമ്പിൽ സ്വയം സമർപ്പിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃക കാട്ടിത്തന്നുകൊണ്ടാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് അമ്മ നമ്മളോട് പറയുന്നത്. നമുക്ക് അനുകരിക്കാവുന്ന പല മാതൃകകൾ അമ്മ
തന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. അമ്മ നമുക്ക് കാട്ടിത്തരുന്ന ജീവിത മാതൃകകൾ പ്രധാനമായും 9 ശീർഷകങ്ങളിൽ സംഗ്രഹിക്കാം. 1. സമ്പൂർണ്ണ വിശ്വാസ സമർപ്പണത്തിന്റെ മാതൃക. മാലാഖയുടെ മുന്നിലും കാലിത്തൊഴുത്തിലും കുരിശിൻ ചുവട്ടിലും ഒരുപോലെ ഒരിക്കലും പതറാത്ത വിശ്വാസ സമർപ്പണത്തിന്റെ മാതൃക അമ്മ നമുക്ക് കാട്ടിത്തരുന്നു. 2. ദൈവ തിരുമനസ്സിനോടുള്ള പരിപൂർണ വിധേയത്വത്തിന്റെ മാതൃക. 3. സുവിശേഷത്തിന്റെ ആനന്ദം പങ്കുവയ്ക്കാനുള്ള തിടുക്കത്തിന്റെ മാതൃക. 4. ദൈവജനത്തിന്റെ കൂടെ ആയിരിക്കുന്നവൾ. കാനായിലെ കല്യാണ വിരുന്നിലും യേശുവിന്റെ കുരിശിലെ യാത്രയിലുടനീളവും അവസാനം തന്റെ ശിക്ഷഗണത്തോട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ കാത്തിരിക്കുവിനെന്ന് പറഞ്ഞേൽപ്പിക്കുമ്പോൾ ശിക്ഷഗണത്തോടൊപ്പം പ്രാർത്ഥിച്ചു കാത്തിരുന്നവളുമാണ് അമ്മ. അങ്ങനെ സഭാത്മക ജീവിത ശൈലിയുടെ മാതൃകയും നമുക്ക് കാട്ടിത്തരുന്നു. 5. ദൈവകൃപയുടെ നിറവിൽ സകലർക്കും അനുഗ്രഹകരമായ ജീവിതം നയിക്കാനുള്ള മാതൃക. 6. കുരിശിൻ ചുവട്ടിൽ ശിമയോൻ പ്രവചിച്ചതുപോലെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറിയിട്ടും പതറാത്ത ഉത്ഥാന പ്രത്യാശയുടെ മാതൃക നമുക്ക് കാട്ടിത്തരുന്ന അമ്മ. 7. യേശുവിലൂടെയുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയോട് പൂർണ്ണമായും സഹകരിച്ചവൾ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും പ്രവാചകന്മാരുടെ പ്രവചനവും എല്ലാം മറിയം വഴിയാണ് യേശുവിൽ നിറവേറിയത്. ഉദാഹരണമായി അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രന് ജന്മം നൽകിയത് പരിശുദ്ധ കന്യകയിലൂടെയാണ്. കന്യകയായ ദൈവമാതാവിലൂടെ യെശയ്യാ 7:15 ഇമ്മാനുവേൽ പ്രവചനം നിറവേറി. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുമെല്ലാം ചരിത്രത്തിൽ നിറവേറാൻ ഈ കന്യകയുടെ ജീവിതം ഹേതുവായി. 8. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയം സകലരുടെയും അമ്മ. 9. വിനയത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും മാതൃക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ മുൻകൂട്ടി തെരഞ്ഞെടുത്ത സ്ത്രീയും സർപ്പത്തിന്റെ തല തകർത്ത സന്തതിക്ക് ജന്മം കൊടുത്ത സ്ത്രീയുമായിട്ടാണ് ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഉൽപ്പത്തി 3:15. ഇവിടെ സൂചിപ്പിക്കുന്ന സ്ത്രീ പരിശുദ്ധ മറിയവും സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവുമാണ്. ദൈവപുത്രന്റെ കുരിശിലെ യാഗമാണ് സർപ്പത്തിന്റെ തലയെ തകർത്തത്. ഈ യാഗം പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. 1 ഹവ്വയിലൂടെ പാപം രംഗപ്രവേശനം ചെയ്തെങ്കിൽ 2 ഹവ്വയായ പരിശുദ്ധ കന്യകമറിയത്തിലൂടെ രക്ഷാമാർഗം നമുക്ക് തുറന്നു നൽകപ്പെട്ടു. ഇന്ന് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന സാത്താൻ സേവയുടെ പ്രത്യാഖ്യാതങ്ങളിൽ നിന്നും പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നും മറ്റ് പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ നമ്മെ മോചിപ്പിക്കണമേ എന്ന് സർപ്പത്തിന്റെ തല തകർത്ത പുത്രൻ തമ്പുരാനെ പെറ്റ അമ്മച്ചിയോട് ചേർന്ന് നമുക്ക് അപേക്ഷിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് നിങ്ങൾ വിമോചിതരാകുന്നത്. സക്കറിയ 4:7. അതിനാൽ നമുക്ക് വിശ്വാസപൂർവ്വം ഏറ്റുപറയാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, ഞങ്ങൾ വിമോചിതരാകുന്നത് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആത്മാവിനാലാണ്. പ്രിയമുള്ളവരെ, ഈ തേജസ്കരണ കാലത്ത് സ്വർഗാരോപിത മാതാവിനോട് ചേർന്ന് ത്രിലോകരാജ്ഞിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെയും നമ്മുടെ നാടിനെയും ലോകത്തെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. തന്റെ സ്വർഗാരോപണ തിരുനാളായ ഓഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പരിശുദ്ധ അമ്മ ഇപ്പോൾ പകർച്ചവ്യാധിയും പ്രകൃതിക്ഷോഭവും പലവിധ ദുരന്തങ്ങൾ മൂലവും എല്ലാം വേദനിക്കുന്ന നമുക്ക് ആശ്വാസം പകരട്ടെ. അമ്മയുടെ പുത്രനിൽ നിന്ന് നമുക്ക് കൃപ ചൊരിഞ്ഞു തന്ന് നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കട്ടെ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, സ്വർഗാരോപിത മാതാവേ,
ത്രിലോക രാജ്ഞി, ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും വീടിനും സർവ്വലോകത്തിനും വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് മുട്ടിപ്പായി അപേക്ഷിക്കാം. അമ്മ ദൈവത്തിന്റെ തിരുഹിതവും അവിടുത്തെ തിരുമൊഴികളുമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചതുപോലെ ധ്യാനപൂർവം നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ദൈവം തമ്പുരാൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുവാനായി തിരുമുൻപിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.